നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പം ഇവിടെ ഞാൻ കാണുന്നത് എന്റെ മകളായിട്ട് തന്നെ. കാഞ്ചനയ്ക്ക് ഇതിൽ വിയോജിപ്പുണ്ടോ? അമ്മുവിന്റെ കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുമില്ലേ. പ്രഭ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു. കഷ്ടം. വല്യേച്ചി തന്നെയാണോ ഈ പറയുന്നത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീകുട്ടിയുടെ ജീവിതം തകർക്കാൻ വന്ന ധൂമകേതുവാണ് ഈ പെൺകുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവളല്ലേ വല്യേച്ചി. അതൊന്നും മറന്നു കളയണ്ട. എന്താ വല്യേച്ചിക്ക് ഇപ്പൊ സംഭവിച്ചത്? അല്ല, വല്യേച്ചിയുടെ സ്ഥിരബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? സഞ്ജുവിനൊരു ജീവിതം വേണം. എന്റെ ശ്രീകുട്ടിക്ക് സഞ്ജുവിന്റെ എന്നല്ല ആരുടെയും ജീവിത പങ്കാളിയാവാൻ കഴിയില്ല. എല്ലാവരും വേദനിക്കുമ്പോഴും ചിരിച്ച മുഖത്തോടെ അവളിരിക്കുന്നത്. ആരുടെയും സഹതാപം എന്റെ ശ്രീകുട്ടി ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും ഒരു ബാധ്യതയാവാനും എന്റെ മകൾ ആഗ്രഹിക്കുന്നില്ല. ഇനിയുള്ള കാലം എന്റെ ശ്രീകുട്ടിക്ക് അച്ഛനും അമ്മയും മതിയെന്ന് എന്റെ മകളുടെ തീരുമാനം ഞാൻ അതിനോടിച്ചു കഴിഞ്ഞു. നെഞ്ച് പുലർത്തിക്കളയുന്ന തീരുമാനങ്ങളൊന്നും നീ ഇപ്പം എടുക്കരുത്. സഞ്ജുവും ശിവക്കുട്ടിയും എൻ്റെ പെൺകുട്ടികളാണ്. അവരെ ഒരാൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചു പോയാൽ മാറ്റി നിർത്താൻ പാടുണ്ടോ? ഇവര് വിവാഹം ഉറപ്പിച്ചു വെച്ച കുട്ടികളല്ലേ പ്രഭേ? പ്രഭയങ്കിൾ ആ സത്യം പറയാൻ മടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. വല്യപ്പച്ചിയും സ്വാതിയും ഇപ്പോഴും അത് അറിഞ്ഞിട്ടില്ല. പ്രഭയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് രണ്ടിലൊരാൾക്ക് ഇതുപോലൊരു ആപത്ത് പറ്റിപ്പോയതെങ്കിലോ? വിവാഹ നിശ്ചയം വിവാഹത്തിന് തുല്യമല്ലേ? ശ്രീകുട്ടി പറഞ്ഞത് കേട്ടാണ് പ്രഭ ഇപ്പൊ മകളുടെ കല്യാണം വേണ്ടെന്ന് വച്ചതെന്ന് ഞങ്ങൾക്കറിയാം. ശ്രീകുട്ടി അന്യ പെൺകുട്ടിയൊന്നും അല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗമാ. ഇവക്ക് എന്തെങ്കിലും കുറവുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. സ്വന്തം കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞു വേദനിപ്പിക്കാൻ വീട്ടിലുള്ളവർക്ക് കഴിയും. വേണ്ട പ്രഭേ, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് പറയാൻ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ള അവകാശം എനിക്കുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.